ഹായ്, ഞാൻ ഗായത്രി. ബേസിക്കലി ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ പെയിൻറ്റിങ് ചെയ്യാറുണ്ട്, സ്കൾപ്റ്റിംഗ് ചെയ്യാറുണ്ട്. ബൈ പ്രൊഫഷൻ പ്രോഡക്റ്റ് ഡിസൈനറാണ്. ഡിസൈനിങ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയാണ്. ഞാൻ പഠിച്ചത് ആർക്കിടെക്ചറാണ്, കാറ്റ് കോളേജിലാണ്. അപ്പം ആർക്കിടെക്ചറും പ്രോഡക്റ്റ് ഡിസൈനുമായിട്ട് ആക്ച്വലി നല്ല ബന്ധമുണ്ട്. എനിക്ക് ആർട്ടും അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡിസൈനിങ്ങുമാണ് ആർക്കിടെക്ചറിനെക്കാട്ടും കൂടുതലുണ്ട്. സോ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് തിരിച്ചു. ആൻഡ് പ്രൊഫഷണൽ ഫ്രീലാൻസ് മോഡലിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചധികം ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് മോഡലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ എനിക്കൊരു ബ്രാൻഡ് ഉണ്ട്, പേർപ്പിൾ വാലി. സോ ബേസിക്കലി പേർപ്പിൾ വാലി ഈസ് എ ആർട്ട് ആൻഡ് ഡെക്കോ ബ്രാൻഡ്. അപ്പം ഈ ബ്രാൻഡിൽ നമ്മൾ കൂടുതലായിട്ടും ഗിഫ്റ്റ് ഐറ്റംസ്, ഡെക്കോർ ഐറ്റംസ്, ഫേർണിച്ചേഴ്സ്, ഐഡൽസ് ഇതെല്ലാമാണ് ചെയ്തു വരുന്നത് കൂടുതലായിട്ട്. പിന്നെ ബോക്സസ്, ഇങ്ങനെ നമുക്ക് വുഡിൽ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ആർട്സ് എല്ലാം നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വുഡിൽ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഇതെല്ലാം ബ്രാസ് വർക്ക്സാണ്. പല മെറ്റീരിയൽസ് ഇൻകോപ്പറേറ്റ് ചെയ്ത് വുഡിൻ്റെ കൂടെ നമ്മൾ അങ്ങനെയും ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സിലൂടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ പേർപ്പിൾ വാലിയിൽ ഡിസൈനിങ്, മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ നമ്മൾ സെയിൽസ് ഇതെല്ലാം നടക്കുന്നുണ്ട്. ആൻഡ് പേർപ്പിൾ വാലിയുടെ മദർ ബ്രാൻഡാണ് പേർപ്പിൾ കാലി. സോ ബേസിക്കലി അതൊരു സ്റ്റാർട്ടപ്പാണ്. അപ്പം പേർപ്പിൾ കാലിയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഡെക്കോ പ്രോഡക്റ്റ്സ്, അതുപോലെ തന്നെ ഫേർണിച്ചേഴ്സ് ഇതെല്ലാം നമ്മൾ ഒരു സ്പേസിനെ എസ്തെറ്റിക്കലി എൻഹാൻസ് ചെയ്യാനാണ് യൂസ് ചെയ്യാറ് അല്ലേ. അപ്പം ഇതേ സെയിം ഈ പ്രോഡക്ട്സിനെ നമ്മൾ പ്രോഡക്ട്സിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഫിൽറ്റേഴ്സ് അത് എയർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. ബേസിക്കലി ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് വെച്ചാൽ നമ്മുടെ കരിയില്ലേ, കരിയുടെ ഫിൽറ്റേഴ്സാണ്. അപ്പം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, കരിയുടെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം ബേസിക്കലി നമ്മളുടെ ഈ സ്പേസിൽ ഇതെവിടെയാണ് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഡെക്കോ പ്രോഡക്ട്സിലോ അല്ലെങ്കിൽ ഫേർണിച്ചറിലോ ഈ ഒരു ഫിൽറ്റർ വെക്കുകയാണെങ്കിൽ ആ ഒരു സ്പേസിൽ എസ്തെറ്റിക്കലി ഇത് എൻഹാൻസ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ തന്നെ ആ ഒരു സ്പേസിൽ പൊള്യൂട്ടൻസ്, കെമിക്കൽ, ഹാർംഫുൾ ആയിട്ടുള്ള കുറേ കെമിക്കൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എസി റൂംസോ കാർസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഇതിൽ ഒരുപാട് മരണങ്ങൾ നടക്കുന്നുണ്ട്, നമ്മൾ അറിയാത്തതാണ്. ഈ ആ ഒരു സ്പേസിൽ ബ്രീത്തിങ് ക്വാളിറ്റി ഇല്ലാത്ത ആ ഒരു എയർ ആയതുകൊണ്ട്. സോ നമ്മൾ പേർപ്പിൾ കാലി എന്താണ് ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഈ ഒരു സ്പേസിനെ എസ്തെറ്റിക്കലി എൻഹാൻസ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് ആ ഒരു സ്പേസ് ബ്രീത്തബിൾ ആക്കാം. മോസ്റ്റ്ലി നമ്മുടെ പേർപ്പിൾ കാലിയിൽ സസ്റ്റൈനബിൾ പ്രോഡക്റ്റ്സ് ആണ്. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് പേർപ്പിൾ വാലിയിൽ വുഡൻ പ്രോഡക്റ്റ്സ് ആണ് ചെയ്യാറ്. സോ ഇതൊക്കെ വുഡൻ പ്രോഡക്റ്റ്സ് ആണ്. ഓക്കെ, ഈ നെക്സ്റ്റ് നമ്മൾ പേർപ്പിൾ കാലിയിൽ വുഡൻ പ്രോഡക്ട്സിനോടൊപ്പം തന്നെ കുറച്ചും കൂടെ അഫോർഡബിളും സസ്റ്റൈനബിളും ആയിട്ടുള്ള ബാംബു, കോക്കനട്ട് ഷെൽസ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു ചെറിയൊരു സ്റ്റുഡിയോ സ്പേസ് ഉണ്ട്, ട്രിവാൻഡ്രത്ത് തന്നെയാണ്, കരികുളം മുല്ലശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പം അവിടെ ബേസിക്കലി നമ്മൾ ഷൂട്ട്സ് നടത്താറുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് കുറച്ച് ഉള്ളോട്ടായിട്ടുള്ള ഏരിയയാണ്, പക്ഷേ ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് റിയലി പ്രിറ്റി. നമ്മളിപ്പം സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത്, സ്റ്റുഡിയോയുടെ ചെറിയൊരു സ്പേസിലാണ് നിൽക്കുന്നത്. അവിടെ വെച്ച് നമ്മൾ ഷൂട്ട്സ് നടത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഡെക്കോ പ്രോഡക്റ്റ്സ് ഇതെല്ലാം എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റുഡിയോയിലാണ്. സോ യാ, ഓൾ ആർ വെൽക്കം. വരാം, വന്ന് വിസിറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മളുടെ ഈ ഒരു വീഡിയോ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു ഇൻട്രോ വീഡിയോ ആണ്. ഓക്കെ, സോ ബേസിക്കലി ഞാനൊരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യാണ്. സോ ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിലെ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ട്രാവൽ, പിന്നെ ഇപ്പോൾ നമ്മളുടെ ഈ പ്രൊഡക്ഷനിൽ ഡിസൈനിങ്, ആ സ്റ്റേജസ്, അതുപോലെ തന്നെ ഇപ്പോൾ മിക്ക പ്രോഡക്റ്റ്സിനും ഒരു ബിഹൈൻഡ് ദ സ്റ്റോറി ഉണ്ടാവും, ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും, അത് ചെയ്തു വരുന്ന പ്രോസസ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഷൂട്ട്സ്, സെലിബ്രേഷൻ ആയിട്ടുള്ള ഇവിടെ നടക്കുന്ന ഷൂട്ട്സിൻ്റെ ഒരു ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം എൻ്റെ വർക്കിൻ്റെ ആയാലും ഞാൻ ചെയ്യുന്ന ഷൂട്ട്സിൻ്റെ ആയാലും കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് എത്തിക്കാം. സോ ബേസിക്കലി അതായിരിക്കും നമ്മളുടെ കണ്ടന്റ്. നിങ്ങളും നമ്മളുമായിട്ട് മാക്സിമം ഒരു ഇൻട്രാക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കമൻസിലൂടെ. അതുപോലെ തന്നെ ഈ വീഡിയോസ് ഷെയർ ചെയ്യാം, ലൈക്ക് മാക്സിമം ആൾക്കാരിലേക്ക് എത്താം. ഇത് കുറേ ഇൻഫോർമേറ്റീവും ആയിരിക്കും. സോ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യണം.
സോ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളൊരു നല്ല കണ്ടന്റ് ആയിട്ട് വരും. അതുവരെ ബൈ.